ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട്? ഔട്ട് സൈഡ് ചുമ്മാ ഒന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴ വരുന്നെന്ന് തോന്നുന്നു, മിക്കവാറും ഇറങ്ങി ഓടേണ്ടി വരും. അണ്ടിൽ ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിന്ന് ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിരുന്നു. എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ, ഞാൻ കണ്ട ദിവസം തന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ടെന്ന് തോന്നുന്നു അതിന്, അത് പോസ്റ്റ് ചെയ്തിട്ട്. ഈ 19 തീയതിയാണ് പടം റിലീസ് ചെയ്തത്. ഇന്ന് 28 ആയി. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന. ഷോർട്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനകത്ത് മിസ്സായിപ്പോയ കാര്യങ്ങളെന്ന് പറയുന്നത്, എനിക്ക് മൂവിയെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് ഡീപ്പായിട്ടൊന്നും പറയാൻ പറ്റിയില്ല എന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാൻ തോന്നിയത്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ബാലൻ ദ ബോയ് എന്ന് പറയുന്ന കിടില മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഓൺ ടു ദ പോയിൻ്റ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ്, ഒരു പ്രത്യേക ഏരിയയിൽ കുറച്ച് ലാഗ് വന്നെങ്കിലും ക്ലൈമാക്സ് കൊണ്ടുവന്ന് കിടിലമാക്കിയിട്ട് അവന്മാർ അവസാനിപ്പിച്ചത് കാരണം അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നോൺ മലയാളി ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് മലയാളത്തിൽ നിന്നുള്ളൊരു ഒരു മൂവി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു, ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ബാലൻ. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ്, പിന്നെന്താ അങ്കമാലി ഡയറീസ്, ഇതൊക്കെ നമ്മൾ പ്രൗഡായിട്ട് വെളിയിൽ കാണിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ലോക്കലായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മൂവീസാണ് അതൊക്കെ. അതുപോലെ തന്നെ വളരെ ലോക്കലായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒരു നല്ല സ്റ്റോറി, നല്ല കിടിലമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മൂവിയാണ് ബാലൻ എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഫ്രണ്ട്സിനെ വിളിച്ച് തിയേറ്ററിൽ പോയി കാണാം. ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കാണാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ തൊട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പടം UA പടമാണ്. തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊന്നും, ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും സെൻസർ ബോർഡ് നൽകിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിനകത്തൊരു ക്രൈം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. മൂവി നല്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. കാരണം ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു റെട്രോ ഫീലിങ്ങിലാണ് മൂവി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ, വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ് പടം കാണാനായിട്ട്. ഒരു പ്രത്യേക ആസ്പെക്ട് റേഷ്യോ ആണ് അവർ പിടിച്ചിരിക്കുന്നത്. സ്ക്രീൻ മൊത്തമില്ല, ഒരു എന്താ പറയുന്നത്, 9:16 അങ്ങനെ എന്തോ ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. ബട്ട് അതൊന്നും ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു വിൻറ്റേജ് മൂവി കാണില്ല, അതേപോലെയൊക്കെ ഒരു ഫീലിങ്ങിലാണ് കളർ പിടിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ മൂവിയെക്കുറിച്ചുള്ള വേർഡിക്റ്റ്. ഇനി ആക്ടിങ് പറയുകയാണെങ്കിൽ, ഫർസാന എന്ന് പറയുന്ന കുട്ടിയാണ് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ബാലൻ എന്ന് പറയുന്ന ആദിശേഷൻ എന്ന് പറയുന്നൊരു കുട്ടിയാണെന്ന് തോന്നുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു അവൻ്റെ പേര്. എൻ്റെ മോനെ കിടിലഭിനയം. ഫസ്റ്റ് ടൈമാണ് അവർ രണ്ടുപേരും അഭിനയിക്കുന്നതെന്നാണ് പറയുന്നത്. പയ്യൻ എന്തോ ഒരു ഷോർട്ട് ഫിലിമോ മറ്റോ ചെയ്തിട്ടുണ്ട്. ബട്ട് അഭിനയം, അസാധ്യ അഭിനയമാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പയ്യൻ്റെ കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു ഒരു ഏജ് കാണിക്കുന്നുണ്ട്. പയ്യൻ്റെ പേരെനിക്കറിയില്ല. ആ പയ്യനും കിഡിലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീൻ പോൾ ലാലിൻ്റെ മോൻ അസാധ്യമായിട്ടാണ് ഒരു പോലീസ് വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഈവൻ മഞ്ഞുമൽ ബോയ്സിനകത്ത് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അഭിനയിച്ചെങ്കിലും അതിനകത്തൊന്നും എന്താ പറയുക, ഇത്ര ഭംഗിയായിട്ട് പുള്ളി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പടത്തിനകത്ത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും, ചെറിയ ചിരിയാണെങ്കിലും, ടെൻഷൻ കലർന്ന നോട്ടമാണെങ്കിലും അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ വേറെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ മറിമായോ അല്ലെങ്കിൽ തട്ടിമുട്ടി, അതിനകത്തൊക്കെ വന്നിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ട്, താടിയൊക്കെ വെച്ചിട്ടുള്ള പുള്ളിക്കാരനും. മഹേഷിൻ്റെ പ്രതികാരം, അതിനകത്തൊക്കെ ഉള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ വോയിസ് ഓവറിലാണ് പടം, നമ്മുടെ പുകവലി ഹാനികരം എന്ന് പറയുന്ന കാര്യം പറയുന്നത് അമ്മച്ചിയുടെ സൗണ്ടിലാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ട് പോവുകയും, ഫസ്റ്റ് ഹാഫ് പുള്ളിക്കാരിയുടെ സീൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും ഇതേ സെയിം കാര്യം വീണ്ടും പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ആൾക്കാർ ചിരിക്കുകയാണ് തിയേറ്ററിലിരുന്നിട്ട്. പോലെ അനുഭവത്തിന് അരിവരെന്ന് പറയില്ലേ, ആ വാണിംഗ് തരുന്ന സമയത്ത് പുള്ളിക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോൾ, രണ്ടാമത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ടാണത് കേട്ടത്. കാരണം എന്ന് വെച്ചാൽ അത്രയും കിടിലുമായിട്ടാണ് പുള്ളിക്കാരി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബീന ആൻ്റണി
പുള്ളിക്കാരി ഇത്രയും നാൾ ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു ആക്ട്രസ് എന്ന് പറയുന്ന രീതിയിൽ പുള്ളിക്കാർക്കത് പിന്നെ ആ ക്യാരക്ടർ കേക്ക് വാക്കാണ്, ഒരു ഒന്നും ചെയ്യാനില്ല. ടൊവിനോ തോമസ് ഞാൻ വീണ്ടും വേറൊരു പടത്തിലും പറഞ്ഞു, ലൈക്ക് അതിരടിയുടെ മൂവിയുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയുന്നത്, പുള്ളിക്കാരനെ ഇപ്പം കാണാനില്ല. ലൈക്ക് പുള്ളിയുടെ ഏറ്റവും ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, പാവത്താനെ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു കൈവിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ വേറെ തന്നെ ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ് മെത്തേഡ് ആക്ടറാണ്. എന്ത് രസമായിട്ടാണോ അറിയോ ടൊവി അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ലൈക്ക് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടറിനെ കാണാനേ ഇല്ല. പക്ക അബ്ബാസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പക്ക അബ്ബാസായിട്ട് തന്നെയാണ് മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാസ്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേക മേജർ കാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും നല്ല, ഈ മേജർ കാസ്റ്റുകളെല്ലാം തന്നെ കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ഫർസാന എന്ന് പറയുന്ന ലേഡിയുടെയും ആ കുഞ്ഞ് എന്താ പറയുക ആദിശേഷൻ ആ പയ്യൻ്റെയും കണ്ണുകൾ, അവർ ഓൾറെഡി കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് കേട്ടു, ലൈക്ക് കണ്ണുകൾ കണ്ടിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ആ കണ്ണുകൾ ചില സാധനങ്ങളുണ്ട്, ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിരി എന്ന് പറയുന്നത് തിരിഞ്ഞിട്ട് ഒന്ന് ചിരിക്കും പുള്ളിക്കാരിക്ക്. ലൈക്ക് അത് ഞാൻ പിന്നീട് പറയാം, ലൈക്ക് ഒരു എന്താ പറയുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. അത് ഞാനൊരു സ്പോയിലർ ആയിട്ട് തന്നതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര രസമുണ്ട് അവരുടെ അഭിനയം, രണ്ടുപേരുടെ അഭിനയം കാണാൻ ഭയങ്കര രസമുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡയറക്ഷൻ ചിദംബരത്തിൻ്റെ ഡയറക്ഷനിൽ ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റാണ്. അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ജിത്തു മാധവ്, നല്ല രസമായിട്ട് ലീനിയർ രീതിയിലാണ് കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിലർ പറയുന്നത് കേട്ടു, നോൺ ലീനിയർ രീതിയിൽ കഥ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയതിനെ, ഒരു ഷോക്കൊക്കെ കിട്ടിയേനെ. പക്ഷേ ഈ ലീനിയർ രീതിയിൽ പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയത് അവരോട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമായിട്ടാണ്, നല്ല ഒഴുക്കിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. നമ്മൾ എന്താണ് ഇനി നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുന്നൊരു ഒരു ഫസ്റ്റ് ഹാഫാണ് കിട്ടിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിങ് അടിപൊളിയായിട്ടുണ്ട്. ഡയലോഗ്സ് ആണെങ്കിലും നല്ല രസമുള്ള ഡയലോഗുകൾ. പിന്നെ ചിദംബരത്തിൻ്റെ ഡിറക്ഷൻ, ആവശ്യമുള്ള ഷോട്ടുകൾ എല്ലാം കിഡിലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും തന്നെ അധികമായി ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം മിതത്വത്തിൽ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഷൈജു ഖാലിദിൻ്റെ ക്യാമറ, അസാധ്യ ക്യാമറയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരുടെ ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്. ഓൾറെഡി പുള്ളിക്കാരൻ എന്താ പറയുന്നത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ പടത്തിൽ കുറേ ഓട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. ഓട്ടം അവിടെ നിൽക്കട്ടെ, പക്ഷേ വയനാട്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. വയനാടിൻ്റെ ബ്യൂട്ടി കംപ്ലീറ്റായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നിഗൂഢമായിട്ടുള്ള ഷോട്ടുകൾ കാണിക്കുന്നതാണെങ്കിലും ഈ പറഞ്ഞ ഓട്ടം അവസാനത്തെ ഒരു ഓട്ടമുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ വന്നിട്ട് ഒരു ഭയങ്കര രസമുള്ളൊരു ഓട്ടമാണ് അത് കാണിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു പോർഷനിൽ ഒരു ബോട്ട് അടുക്കുന്ന സമയത്ത് കൊച്ചു പയ്യൻ ഓടിയ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകുന്നൊരു സീനുണ്ട്. അത് രണ്ടും വേണമെങ്കിൽ ബോട്ട് ഇങ്ങനെ വരാം, പയ്യൻ നേരെ ഓടാം, അങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. ബോട്ട് ചരിഞ്ഞങ്ങോട്ട് പോകുന്നു, പയ്യനും ഇതേപോലെ ഈ ഭാഗത്തുനിന്ന് ഓടിപ്പോകുന്നു. എന്ത് രസമുള്ള ഷോട്ടാണെന്നറിയോ. രണ്ടുപേരും ഒരേ ഫ്രെയിമിനകത്ത് വന്നിട്ട് രണ്ടുപേരും ഓടി ചേർന്ന് അടുക്കുന്നൊരു സീൻ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോവിനോയുടെ ഇൻട്രോ ആണെങ്കിൽ ഒരു ചെറിയൊരു ഓട്ടത്തിലാണ്, അതും രസമായിട്ട്. പക്ഷേ അതിനേക്കാളും എല്ലാം എഫക്റ്റ് ആയിട്ടുള്ളത് ഈ രണ്ട് ഷോട്ടുകൾ, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, ഞാൻ സുഷിൻ ഫാനാണ്, ഒരു ഫാൻ ബോയാണ് സുഷിൻ്റെ. എന്തെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിനെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സുഷിൻ ശ്യാമാണ് ആക്ച്വലി. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര എന്താ പറയുന്നത്, പുള്ളിയുടെ ഈ എന്താ പറയുന്നത് ചിരാതുകളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര കിടന്നുറങ്ങാനൊക്കെ കേൾക്കാൻ പറ്റുന്നൊരു പാട്ടാണ് ചിരാതുകൾ എന്നൊക്കെ പറയുന്നത്. അതേപോലെ പാട്ടാണ് ഇപ്പോൾ ഈ കാറ്റ് കാറ് പോലെ എങ്ങോട്ടാ എന്നുള്ള പാട്ടുണ്ടല്ലോ, എങ്ങോട്ടാന്നുള്ള പാട്ട് ഇതിൽ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഫസ്റ്റ് ഞാൻ എന്തോ റീലിലാണ് ആ പാട്ട് കേട്ടത്. അതിനുശേഷം ആ റീലുകൾ അതിൻ്റെ സജഷൻ റീൽസ് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താ എങ്ങോട്ടാ ഏത് പാട്ട് എന്ന് പറഞ്ഞ് തപ്പിപ്പോയപ്പോഴാണ് യൂട്യൂബിൽ പാട്ട് കണ്ടത്. ഭയങ്കര രസമുള്ള പാട്ട്, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു പാട്ട്.
പിന്നെ അതുപോലെ തന്നെ താക്കോൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആക്ച്വലി മൂവിയുടെ കഥ കഥയല്ല, ലൈക്ക് ഒരു എന്താണ് അതിൻ്റെ ഇൻറ്റൻറ്റ് എന്നുള്ളത് ആ താക്കോൽ എന്ന് പറയുന്ന പാട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമായിട്ടാണെന്ന് അറിയാം അത് ചെയ്യുന്നത്. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമുക്ക് എന്താ പറയുന്നത്, ഇമോഷൻസ് എല്ലാം പക്കയായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം എന്നൊന്നും തോന്നുന്നില്ല, നമ്മൾ അതിനകത്ത് അങ്ങ് ഇൻവോൾവ് ആയി പോകും. അതാണ് അതിൻ്റെ ഒരു പവർ. നമ്മൾ ഈ ഒരു സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചോ സിനിമാറ്റോഗ്രഫിയെ കുറിച്ചോ ഒന്നും ആലോചിക്കുന്നത് നമ്മൾ ഈ പടത്തിനകത്തായി പോകും. ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു പുള്ളിക്കാരൻ്റെ. പിന്നെ അജയൻ ശാലിശ്ശേരി ആണ് എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ആർട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആർട്ട് കിടിലമാണല്ലോ, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഗണപതി. എൻ്റെ പൊന്നെ, ഗണപതി ഇതിനകത്ത് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടാണ്. അത് 2000 പേരെ എങ്ങാണ്ട് സെലക്ട് ചെയ്തിട്ടാണ് ഇവരെ കാസ്റ്റ് ചെയ്തേക്കെന്ന് പറയുന്നു. എല്ലാം പക്കാ കാസ്റ്റിംഗ്. ആരെയൊക്കെ എടുത്തിട്ടുണ്ടോ, ആരെയൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ അവരെല്ലാം കിടിലൻ കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ്. എനിക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഇവരല്ലാതെ വേറെ ഒരാളെ ആലോചിക്കാൻ കൂടി വയ്യ. ആ രീതിയിലാണ് ഇതിനകത്തെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷാജു ഖാലിൻ്റെ കാര്യം പറഞ്ഞു. എഡിറ്റർ വിവേക് ഹർഷൻ, പുള്ളിക്കാരൻ്റെ എഡിറ്റ്സ് ഭയങ്കര സൂത്തനിങ് ആയിട്ടുള്ള എഡിറ്റ്സാണ്. ഒരു ജെർക്കും ഇല്ല, ഒന്നുമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതേപോലെ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പക്ക കട്ടിങ്, ഒന്നും അധികമില്ല ഒന്നും കുറവുമില്ല, അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനനുസരിച്ച് നല്ല കിഡിലുമായിട്ട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ ഇന്ദുലാൽ കവീദ്. പിന്നെ ആർട്ട് ഡയറക്ടർ എനിക്ക് ആർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് പക്ഷേ അതിനകത്തൊരു ഇതെന്ന് പറയുന്നത്, ഒരു സമയത്ത് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു പഴയ രൂപം, ഒരു കാട് കയറി കിടക്കുന്ന ഒരു രൂപം കാണിച്ചു. അതിനകത്ത് കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയതായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ബാക്കി എല്ലാ പാർട്ടും കുറച്ച് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഒരൊറ്റ മിനിറ്റ്, നാടൻ കോഴിമുട്ട ഒളിച്ചുകൊണ്ട് പോകുന്നു. വെളിയിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാം. ഓക്കെ, ഇനി അടുത്തത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കിരൺ മനോഹർ, നിവിൻ റാഫേൽ. മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ചിത്തു മാധവൻ. സ്ക്രിപ്റ്റ് യെസ്, നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരെയും കവർ ചെയ്തെന്ന് തോന്നുന്നു. കോസ്റ്റ്യൂം ഡിസൈനർ സപ്ന ഖജ്ഹ റാവുത്തർ. കോസ്റ്റ്യൂം ഡിസൈനർ നല്ലൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. കൂടുതലും ഇല്ല പോളിസ്റ്റർ തരത്തിലുള്ള സാരികളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര റിലേറ്റബിളാണ്. ലൈക്ക് സാധാരണ വീട്ടിലെ പാവപ്പെട്ട അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സാരീസ്. പിന്നെ പയ്യൻ്റെ ആണെങ്കിലും നല്ല രസമുള്ള കോസ്റ്റ്യൂമായിരുന്നു. പിന്നെ ടൊവിനോയുടെ ആണെങ്കിലും ജീൻ പോൾ ജോർജ്, പുള്ളി സ്ലിമ്മായിട്ട് നല്ല ആ പോലീസ് കോസ്റ്റ്യൂമിൽ ഭയങ്കര പെർഫെക്റ്റ്ലി ഫിറ്റായിരുന്നു ജീൻ പോൾ. പിന്നെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഷൈജു ഖാലിദിൻ്റെ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കുറച്ച് നടപ്പും. തുടക്കത്തിൽ തന്നെ ഇവർ ഒരു സ്ഥലത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി അമ്മയും മോനും കൂടെ നടക്കുന്നൊരു സീനുണ്ട്. അത് സൈഡിൽ നിന്നുള്ളൊരു ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഇവർ നടന്നു പോകുന്നത് കാണിച്ച് തുടങ്ങുന്നത്. അവസാനം ഇവരുടെ കുറേ നടത്തവും ബാക്കിൽ നിന്നുള്ള ട്രാക്കിംഗ് ഷോട്ടുകളുണ്ട്. എന്താ പറയുക, മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഷോട്ടുകളുണ്ട്, ഒരു പാടത്തു കൂടെ പോകുന്ന ഷോട്ടുകളുണ്ട്. അതെല്ലാം തന്നെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലാതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പുഴയുടെ സൈഡിൽ കൂടെ നടന്നു പോകുന്നത്, ഇതെല്ലാം തന്നെ നടപ്പും ഓട്ടം ഭയങ്കര രസമായിട്ടുണ്ട്. ഇതെല്ലാം നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, മറ്റേ സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പം പിടിച്ചാൽ കിട്ടത്തില്ല, അമ്മാതിരി രസമുള്ളൊരു സാധനമാണ് ചെയ്ത് എൻഡ് റിസൾട്ട് വന്നിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഓക്കെ, ഇനി ഒരു സ്പോയിലർ അലർട്ടൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും. ഇത് സ്പോയിലറാണ്. ഇനി കുറച്ചൊരു ചെറിയ ഒരു പാർട്ട് ഞാൻ വിത്ത് സ്പോയിലറാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ തുടർന്ന് കാണാതിരിക്കുക. നേരെ പടം പോയി കാണുക. നല്ല പടമാണ്, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. 13+ ആയിട്ടുള്ള കുട്ടികളെയും വെച്ചിട്ട് ഫാമിലി ആയിട്ട് പോവാം, ഫ്രണ്ട്സായിട്ട് പോവാം. നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്ക് നല്ല
നിങ്ങൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഒരിക്കലും OTTയിലോ ചെറിയ സ്ക്രീനിലോ കിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, വിത്ത് സ്പോയിലർ അലേർട്ട്, സ്പോയിലർ അങ്ങ് ബാക്കി നിങ്ങൾ കാണരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, സ്പോയിലറായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് കുറച്ച് ഫ്ലോസ് ഉണ്ട്. ലൈക്ക് ഒരു ഇവൻറ്റ് നടന്നതിന് ശേഷം എന്തുകൊണ്ട് അമ്മ അവൻ്റെ അടുത്ത് ഓടിയെത്തിയില്ല ആ സമയത്ത് ഓടിയെത്താമായിരുന്നല്ലോ, എന്തുകൊണ്ട് അവരെത്തിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ചോദിക്കാവുന്നതാണ്. പക്ഷേ മേ ബി അതിന് മുമ്പ് പല കാര്യങ്ങളും നടന്നെങ്കിലെങ്കിലും എന്നുള്ളൊരിത് അവിടെ നിലനിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തു പറയുന്നത്, പല കാര്യങ്ങൾ അത് അങ്ങനെ ആ ഒരു സാധനം ഒഴിച്ച് നിർത്തിയാൽ എനിക്ക് ബാക്കിയെല്ലാം നല്ലോണം വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കണ്ണുകളുണ്ടല്ലോ ചില സമയത്ത്. അതായത് അമ്മ തന്നെ പറയുന്നുണ്ട് നമുക്കിടയിൽ ആരും വേണ്ടെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കൊളുത്ത് വീഴാൻ അല്ലെങ്കിൽ ലൈക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരാൻ നിൽക്കുന്ന സമയത്ത് ഇവർ റിജക്റ്റ് ചെയ്യുന്നില്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതിനോട് തന്നെ റിയാക്ട് ചെയ്തതിന് ശേഷം ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ റിയാക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഓൺ ദ സ്പോട്ട് മുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കര രസമായിട്ടാണ് പടത്തിൽ വന്നിരിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ അതിന് ആ ഓരോ എക്സ്പ്രഷനിൽ ഇവർ ഓരോന്നും വരുന്ന സമയത്ത് ഇവർ ചിരിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. ആ ചിരിച്ചുകൊണ്ടുള്ള മറുപടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടുള്ള നോട്ടം ഭയങ്കര ഹോണ്ടിങ്ങാണ്. ഇവരുടെ കണ്ണുകൾ ഒരു രക്ഷയില്ല. ഫർസാന പുള്ളിക്കാരിയുടെ മെയിൻ ലീഡിൻ്റെ ഒരു രക്ഷയില്ലാത്ത കണ്ണുകൾ കൊണ്ടുള്ള എക്സ്പ്രഷനാണ് പുള്ളിക്കാരിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ധൈര്യമായിട്ട് ഇതാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് ഒരു നോൺ മലയാളിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് പടമാണെന്ന് ഓർക്കണം, അവരുടെയൊക്കെ ഫസ്റ്റ് മൂവിയാണ്. എന്ത് രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹോൾ മൂവി പുള്ളിക്കാരിയുടെ ചുമലിലാണ് ഇരിക്കുന്നത്, ഷോൾഡേഴ്സിലാണ് അവർ ക്യാരി ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അറിയാം. അതുപോലെ പയ്യൻ്റെ ആണെങ്കിലും രണ്ടാമതിനെ വെച്ച പയ്യനാണെങ്കിലും പുള്ളിക്കാരന് പിന്നെ എക്സ്പ്രഷൻ ചേഞ്ച് അധികമില്ല. അത് പക്ഷേ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോടെ കുറച്ച് പുള്ളിക്കാരെ സമ്മതിച്ചു കൊടുക്കണം. ഇത്ര സ്റ്റാർഡൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതിൽ ഹാറ്റ്സ് ഓഫ്. എനിക്ക് വേറൊന്നും പറയാനില്ല. ജീൻ പോൾ ജോർജ് ഒരിക്കലും വിചാരിച്ചില്ല പുള്ളിക്കാരൻ ഇങ്ങനൊരു സംഭവം ചെയ്യുമെന്ന് മീൻസ് ഇത്രയും കൂളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന്. മഞ്ഞുമൽ ബോയ്സിനകത്ത് അങ്ങനെ കണ്ടെങ്കിലും പുള്ളിക്കാരൻ ഇത്രയും വേഴ്സറ്റൈൽ മീൻസ് ഒരു നല്ലൊരു പോലീസുകാരൻ നല്ല ഉൾക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അമ്മൂമ്മയുടെ ക്യാരക്ടർ നല്ല രസം ആയിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എത്രയൊക്കെ ഉള്ളൂ. മെയിനായിട്ട് വന്നത് ആ സ്പോയിലറിൻ്റെ കാര്യം പറഞ്ഞത് ആ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ സ്പോയിലർ ഇട്ടത്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. പടം ഇത്രയും വലിയൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ആ പടം കണ്ട് നമ്മൾ ത്രൂ ഔട്ട് കണ്ടോണ്ടെങ്കിൽ ഇരുന്നങ്ങ് പോവും. ഓക്കെ, ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു പോർഷനിൽ ടോവിനോയുടെ സമയത്ത് വരുമ്പോൾ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പടം പേസിൽ ഇതിൽ പിടിച്ചെടുത്ത് പടം കണ്ടങ്ങ് തീർക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞിട്ടും ഈ അമ്മയുടെ മോൻ്റെ കാര്യം മറക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. അതായത് പടം കണ്ട് നമ്മൾ എൻജോയ് ചെയ്തങ്ങ് പോയി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ഇവരുടെ കാര്യം തന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ മോനും. അതായത് ഇപ്പോൾ ഒരാഴ്ചത്തോളമായി പടം കണ്ടിട്ട്, എന്നിട്ട് ഈ അമ്മയുടെയും മോൻ്റെയും കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എങ്ങോട്ടാ ഈ കാറ്റ് പോലെ എങ്ങോട്ടാ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഈ അമ്മയും മോനും നടക്കുന്നതാണ് നമ്മളെ മനസ്സിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിൽ നിന്ന് ഇവരെ നമ്മളെ പാർട്ടായിപ്പോയി, അങ്ങ് ഹോണ്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി ഇവരുടെ കാര്യം. അപ്പോൾ നമുക്ക് പറിച്ചെടുത്ത് കളയാനും പറ്റത്തില്ല. പടം നമ്മുടെ കൂടി പോരും. വളരെ കുറച്ച് പടങ്ങളെ അങ്ങനെ നമ്മുടെ കൂടെ പോരുള്ളൂ. ചില പടങ്ങൾ നമ്മൾ കണ്ട് അതിനകത്തെ കാര്യങ്ങൾ നമ്മൾ അവിടെ തന്നെ തിയേറ്ററിൽ തന്നെ വിട്ട് കളഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ചില പടങ്ങൾ നമ്മുടെ കൂടിങ്ങി പോരും. അത് 1-2 ദിവസം നിൽക്കാം, ഒരാഴ്ച നിൽക്കുക എന്നൊക്കെ പറയുന്നത് ദർ ഈസ് സംതിങ് ഇൻ ദാറ്റ് മൂവി. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പോഴും ഓരോ മിനിറ്റിലെ ഇപ്പം ഒബ്വിയസ്ലി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് ആ സോങ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ അമ്മയുടെയും മോൻ്റെയും ഓട്ടം, ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വേറൊരു അവിടുന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത്, അവരുടെ
ജേണി ഉണ്ടല്ലോ അതാണ് മനസ്സിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. നിങ്ങൾ അങ്ങനൊരു മൂവി തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്ന് തോന്നി. അത് തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണേണ്ടതാണ്. ആ പാട്ട് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ പാട്ടാണ് നമ്മുടെ തലയിൽ കൂടെ ഓടുന്നത്. അത്രയും ഭയങ്കര രസമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള നല്ലൊരു പാട്ടാണത്. നല്ലൊരു മൂവിയാണ്. നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് പോയി കാണുക. ഞാൻ ഒന്നും കൂടെ കാണുമെന്ന് ഉറപ്പായിട്ടും ഒന്നും കൂടെ കാണും. നല്ലൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണും. മേ ബി OTT ഇറങ്ങുമ്പോൾ ഒന്നും കാണും. നല്ല മൂവിയാണ്. നിങ്ങൾ മിസ് ചെയ്യരുത് തിയേറ്ററിൽ. നമുക്ക് ഇനിയും അടുത്ത ഏതെങ്കിലും മൂവിയുടെ ഒപ്പീനിയനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. നിങ്ങളൊരു കാര്യം മറക്കരുത്, 27 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം ചാനലിന്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി, അല്ലെങ്കിൽ ഇവൻ കുത്തിയിരുന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. വേറൊന്നുമില്ല. അപ്പം അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒപ്പീനിയനായിട്ട് കാണാം. ബൈ ബൈ.